4ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം പഠിപ്പിച്ച സ്ഥാപനം. പിന്നെ ഇദ്ദേഹമാണ് എനിക്ക് ഇന്നത്തെ ഈ ഡ്രസ്സ് സ്പോൺസർ ചെയ്തത്. എന്ത് വരക്കണം ഇത് പറയും സംഗതി നാട്ടിലൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പെരുന്നാളിലൊക്കെ ഒരുമിച്ച് കാണുന്നത് പരാതി യൂട്യൂബിൽ വരുന്നില്ല എന്നുകൊണ്ട് പരാതി നമ്മുടെ കുട്ടീറ്. അപ്പൊ കുട്ടീറ് എന്തായാലും ഒരു കുട്ടി ഈദ് മുബാറക് പറയും. ഉറക്ക് പറഞ്ഞ ഈദ് മുബാറക് പറഞ്ഞ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്നത്തെ തോപ്പണികൾക്ക് കണ്ടുപോകാം. നമ്മളിതിനു മുമ്പും പെരുന്നാൾ വീഡിയോ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിൽ എടുക്കുന്ന പോയി കാണാം. അപ്പോൾ ഇൻഷാല്ലാഹ് ഇപ്രാവശ്യം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാം ഇൻഷാല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അതേ നമ്മുടെ പള്ളിയിൽ പോയി എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇതാണ് നമ്മുടെ മഹല്ല് ജുമാ മസ്ജിദ്. ഇവിടെയാണ് പെരുന്നാസ്കാരവും ജുമാ നിസ്കാരവും ഖബർസ്ഥാനൊക്കെ ഉള്ളത്. നിസ്കാരത്തിന് ശേഷം കൊടുക്കാനുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആട്ടാ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കാണാം. പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടുതലാണ്. കാരണം പുറത്തേക്ക് പായൊക്കെ ഇട്ടിട്ടുണ്ട്, മേലെ നല്ല ഷീറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പെരുന്നാളിന് മാത്രമേ അത്ര അധികം ആളുകൾ ഉണ്ടാവാറുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് കേട്ടോ. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ സൽക്കർമ്മങ്ങളും ശേഷമുള്ള ഉദരീയത്വം ഔദരീയത്തിൽ പങ്കെടുക്കുന്നതും ഉദരീയത്തിൽ ഷെയർ കൂടിയ ആളുകളെയും എല്ലാവരെയും അല്ലാഹു തആല കബൂലാക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ഉദരീയത്തിന്റെ ആ മഹത്വങ്ങളൊക്കെ നമ്മുടെ മകനിൽ എല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചും അതുപോലെ തന്നെ ബലികർമ്മത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് കിടക്കാണ്. അതിനുശേഷം ഖുതുബുണ്ട്. അല്ലാഹു അക്ബർ 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ ഹകീമില്ലദീ ലാ യജൂറു ഫീ ഖളായ. ഖുതുബ കഴിഞ്ഞ് ഉസ്താദ് മെമ്പറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കെട്ടിപ്പിടിക്കലും കൈമുത്തലും കൈ കൊടുക്കലും പിന്നെ പരസ്പരം ഈദാശംസകൾ നേരലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു മൂവ്മെൻ്റ് തന്നെയാണ് കേട്ടോ അത് ശരിക്കും മിസ് ചെയ്യുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവർക്കാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കൊല്ലവും വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ പല സുഹൃത്തുക്കളും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ 3 കൊല്ലത്തെ പെരുന്നാൾ എൻ്റെ നാട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഒരു കൊല്ലം 2010 ഞാൻ കുവൈത്തിൽ പോയ സമയത്ത് അന്നും, പിന്നെ 2023-ലും 24-ലും അങ്ങനെ 2 പ്രാവശ്യമായിട്ട് എനിക്ക് എൻ്റെ പെരുന്നാൾ നാട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. നമ്മുടെ ഹത്തീബിൻ്റെ അടുത്ത് കൈ കൊടുത്ത് ഇത് വർക്ക് പറയാൻ വേണ്ടി ഓരോരുത്തരും വെയിറ്റിംഗ് ശരതമ്മളും സ്ഥാനം കെട്ടിപ്പിടിച്ച് ഇത് വർക്ക് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരേ ഒരു ജ്യേഷ്ഠൻ ഉവക്കാന്ന് വിളിക്കുന്ന യൂസഫ് മുറ്റിച്ചോറ്. അതിനുശേഷം ഞാൻ നേരെ പോയത് എൻ്റെ മാമാടെ അടുത്തേക്കാണ്. എൻ്റെ മാമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാടെ മാമാണ്. ഞങ്ങൾ ഉസ്താദാണ്. മുറ്റിച്ചോരത്തെ ഒട്ടുമിക്ക ആളുകളും പഠിപ്പിച്ചിട്ടുള്ള ഉസ്മാൻ മുസ്ലിയാരുടെ അടുത്തേക്കാണ് ഞാൻ പിന്നെ പോയത് കേട്ടോ.
അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂംസ് നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ സത്താറാണ്. ഇദ്ദേഹമാണ് എനിക്ക് ഇന്നത്തെ ഈ ഡ്രസ്സ് സ്പോൺസർ ചെയ്തത്. പ്രത്യേകം ദ്വാരക്കണം. ഈദ് മുബാറക്. ഈദ് മുബാറക്. നമ്മുടെ ഉസ്താദൊക്കെ നടത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന ഉസ്താദാണ്. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. 4ാം ക്ലാസ്സിൽ സുൽഫി എടുക്കുന്ന ഫവാസ്. അസ്സലാമു അപ്പൊ ഈദ് മുബാറക്. അതെ, ഈദ് മുബാറക്. വീഡിയോയാണ്. ഈദ് മുബാറക്. ഈദ് മുബാറക്. സംഗതി നാട്ടിലൊക്കെ ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പെരുന്നാളിലൊക്കെ ഒരുമിച്ച് കാണുന്നത് എന്താ ചെയ്യാ. അപ്പൊ ഈദ് മുബാറക്. ഏറെക്കുറെ ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക് പറ. ഉറക്കെ പറഞ്ഞ ഈദ് മുബാറക് പറഞ്ഞ. അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈദ് മുബാറക്. ബ്ലോക്ക് മെമ്പർ ഗായ്സ്. അതിൻ്റെ ഇടയിൽ നമ്മളെ മോനായിട്ട് ഈദ് മുബാറക്. ഈദ് മുബാറക് പറഞ്ഞേ. ഈദ് മുബാറക് പറ. ഈദ് മുബാറക്. അപ്പോൾ അത് ഇന്ന് പെരുന്നാളായിട്ട് നോക്കിയ ഇതാണ് ആ ഒരു പെരുന്നാളിൻ്റെ കളർഫുള്ള്. 1 2 3 4 5 6 ഉണ്ട് അല്ലേ? 6 ആളും മീറ്റർ തുണി എടുത്തിട്ട് തുണി അടിച്ച് അല്ല ഷർട്ട് അടിച്ചിട്ട് വന്നേക്കണ പെരുന്നാൾക്ക്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരും ഈദ് മുബാറക്. നമ്മുടെ ഗദ്ദാഫിയായിട്ട് ഒരു ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. അതായത് നമ്മുടെ വേറെ സുഹൃത്ത് ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെ, പരാതി 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 യൂട്യൂബിൽ വരുന്നില്ല എന്നുകൊണ്ട് പരാതി നമ്മുടെ കുട്ടീർ. അപ്പൊ കുട്ടീർ എന്തായാലും ഇന്ന് അപ്പൊ നമ്മുടെ മുമ്പ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. അടുത്തായി നമ്മുടെ ഷെമീർ, തളിക്കുളത്തിന്റെ മുത്ത് ഷെമീർ, തളിക്കറക്കാരൻ. ഇപ്രാവശ്യം കൂടിയും നമ്മുടെ പുറത്തു വന്നിട്ടുണ്ട്. ഫാനാണ് ഫാൻ. ഇത് പറക്ക് ഇവിടെ
എല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തിന് കുറേ ഗൾഫുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൾഫിലല്ല അപ്പൊ ഇത് പറയും ഞങ്ങളുടെ പഴയകാല കൂട്ടുകാരന്മാരിൽ ഒരാളായ അദീബ്. അസ്സലാമു അലൈക്കും. വലിയ പുള്ളിയാട്ടാ. പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പറയണ്ട് പറയാം, പറയുന്നില്ല. അപ്പൊ നമ്മുടെ പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ പെരുന്നാളിന് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. പലരും കുറെ നാളായിട്ട് ഇവിടെ പെരുന്നാൾ കൂടിയിട്ട് ചിലർ നോമ്പ് പെരുന്നാളിന് വന്നിട്ടുണ്ട്, ഹജ്ജ് പെരുന്നാളിന് വന്നവരുണ്ട്, ചിലരെല്ലാ പെരുന്നാൾക്ക് എത്തുന്നവരുണ്ട്. അപ്പം നമുക്ക് അവർ ഓരോരുത്തരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നിങ്ങളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ടുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എല്ലാ പെരുന്നാളിലും ശരിക്ക വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ശരിക്കൊക്കെ എന്താ പറയുക, നമ്മുടെ അടുത്തത് നമ്മുടെ മുത്തുക്ക പ്രവാസി അല്ലെങ്കിൽ പ്രവാസിയല്ല, നമ്മളിവിടുത്തെ ആളാണ്. പ്രവാസി എല്ലാവർക്കും ഈദ് മുബാറക്. യൂനിസ് ഖാൻ കണ്ടിട്ടുണ്ട്. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. 2-3 അടുത്ത നമ്മളെ അനുകരിക്കുന്ന പിള്ളേരുണ്ട്. അനുകരിക്കല്ല, അനുകരിക്കുക. കുറെ ആൾക്കാരുണ്ട് ഇപ്രാവശ്യം കണ്ടു. അപ്പൊ ഇത് ഐസ്ക്രീം കൊടുക്കുന്നിടത്ത് ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പഴയ കാലത്ത് കുറച്ച് വലിയ ആളുകളായിരുന്നു ഇവിടെ ഐസ്ക്രീം കൊടുക്കുന്നത്. ജനറേഷൻ മാറിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞോ. തിക്കും നിരക്ക് കൂട്ടുണ്ടോ, കാൽമഴ കൂട്ടുണ്ടോ, എല്ലാവർക്കും ഉണ്ട്. മോനെ ഒരു ഐസ്ക്രീം ആയിട്ട് എടുക്കാണ്ട്. ഇതേ ഐസ്ക്രീം അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീമിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒക്കെ തീരുമാനമായിട്ടുണ്ട്. എടാ എനിക്കാട്രാ പറഞ്ഞോ. ഒരെണ്ണം കാട്ടറ മോനെ, ഒരെണ്ണം കാട്ടറ. ബട്ടർ സ്കോച്ചാ എന്താടാ? എടാ ഒരെണ്ണം കട്ടിയടാ. കഴിഞ്ഞ കഴിഞ്ഞ താങ്ക് യു. അസ്സലാമലൈക്കും ഒരു ആശംസ പറയാനായിട്ട് എന്നാൽ ആശംസ പറയാറുള്ളത് നമ്മുടെ അസ്രബുക്കാണ്. അപ്പൊ അസ്രബുക്കാണ് അതിന് മൈക്ക് കൊടുക്കാം. ഇതൊരു വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഈദാശംസകൾ. ഞങ്ങളെ കൂടിയിട്ടുള്ളവർക്കും പ്രവാസികൾക്കും എല്ലാവർക്കും ശാന്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഏവർക്കും മുറ്റുചൂരിന്റെ